അഡ്ലൈഡ് ടെസ്റ്റിൽ ഇന്ത്യ അടപടലം തോറ്റു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. 10 വിക്കറ്റിനാണ് ഇന്ത്യ തോറ്റിട്ടുള്ളത്. ഓസ്ട്രേലിയ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒന്നാം ഇന്നിങ്സ് ലീഡായിട്ടുള്ള 157 റൺസ് ഇന്ത്യക്ക് മറികടക്കാൻ വേണ്ടി പറ്റിയെങ്കിൽ പോലും 19 റൺസ് മാത്രമേ ഇന്ത്യക്ക് ഒരു വിജയലക്ഷ്യമായിട്ട് ഓസ്ട്രേലിയയുടെ മുമ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളൂ. ആ 19 റൺസ് ഓസ്ട്രേലിയ 2 ഓവർ കൊണ്ട് വിക്കറ്റ് നഷ്ടം കൂടാതെ മറികടന്നപ്പോൾ ഇന്ത്യക്ക് 10 വിക്കറ്റിന്റെ തോൽവി സംഭവിച്ചു. ഇന്ന് 5 വിക്കറ്റുകൾ ബാക്കി നിൽക്കെ ഇന്ത്യ ബാറ്റിംഗ് തുടങ്ങിയെങ്കിലും ആദ്യത്തെ ഓവർ തന്നെ ഋഷഭ് പന്തിന് നഷ്ടമായി. പിന്നെ നിതീഷ് കുമാർ റെഡ്ഡിയുടെ 45 റൺസോളം ഉള്ള ഒരു മികച്ച പ്രകടനം വന്നതോടുകൂടിയാണ് ഇന്ത്യ ഒരു ഇന്നിങ്സ് തോൽവിയെ ഒഴിവാക്കിയത്. ബാക്കി ബാറ്റർമാർക്കാർക്കും ഇന്നലെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റിയില്ല. എല്ലാവരും പവലിയനിലേക്ക് പോയി. ഇന്ന് ആകെ ബാക്കി ഉണ്ടായിരുന്നത് ഒരു ഋഷഭ് പന്തും നിതീഷ് കുമാർ റെഡ്ഡി ഒരു അശ്വിനുമാണ്. അശ്വിൻ ഒരു 7-8 റൺസ് എടുത്തിട്ട് കുറച്ച് സമയം ക്രീസിലുണ്ടായിരുന്നു. നിതീഷ് കുമാർ റെഡ്ഡി കഴിഞ്ഞ പെർത്ത് ടെസ്റ്റിലെ പോലെ തന്നെ ബാലറ്റത്ത് ഒരു 45-46 റൺസ് എടുത്തിട്ട് നല്ല ഒരു പ്രസൻസ് ഇന്ത്യൻ ടീമിന് കൊടുക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്ത്യ എന്തുകൊണ്ട് തോറ്റു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ നന്നായിട്ട് ബാറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം നിങ്ങൾ അഡ്ലൈഡിൽ ടോസ് വിൻ ചെയ്തു ആദ്യമായിട്ട് ബാറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 350 റൺസ് എങ്കിലും സ്കോർ ബോർഡിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ ആ ടോസിന്റെ ആനുകൂല്യം മുതലാക്കി എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത് 180 റൺസാണ്. അപ്പോഴൊക്കെ ചില ഇന്ത്യൻ ആരാധകരെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരിക്കും പെർത്തിൽ നമുക്ക് 150 റൺസ് അല്ലേ കിട്ടിയത്, അപ്പം എന്നിട്ട് നമ്മൾ 47 റൺസ് ലീഡ് എടുത്തല്ലോ, ഇവിടെ 180 റൺസ് ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ കുറച്ച് ലീഡ് എങ്ങനെയെങ്കിലും വരാണ്ടിരിക്കോ, ഇന്ത്യൻ ബൗളേഴ്സൊക്കെ നന്നായിട്ട് എറിയുമല്ലോ. പക്ഷെ അവിടെ നമ്മൾ പല റിവ്യൂസും പറയാത്തൊരു കാര്യമുണ്ട്. ഇന്ത്യക്ക് ഈ പിങ്ക് ബോൾ കളിച്ചിട്ട് അത്ര പരിചയമില്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. 2021 അഡ്ലൈഡിൽ ഒരു പിങ്ക് ബോൾ ടെസ്റ്റ് കളിച്ചതിന് ശേഷം 3 വർഷത്തിന് ശേഷമാണ് ഇന്ത്യ വീണ്ടും അഡ്ലൈഡിൽ ഒരു ടെസ്റ്റ് മാച്ച് കളിക്കുന്നത്. ഇന്ത്യയിൽ പിങ്ക് ബോൾ കളിക്കാറില്ല, പിങ്ക് ബോൾ ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കാറില്ല. ന്യൂസിലൻഡിൽ കളിക്കില്ല, ഇംഗ്ലണ്ട് കളിക്കില്ല. ആകെ ലോകത്ത് പിങ്ക് ബോൾ ടെസ്റ്റ് നടക്കുന്ന ഒരേ ഒരു വേദി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ അഡ്ലൈഡ് ആണ്. അതുകൊണ്ട് തന്നെ ആ പരിചയക്കുറവ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ഈ പിങ്ക് ബോൾ ടെസ്റ്റിലെ പരിചയക്കുറവ് എങ്ങനെ ഇന്ത്യക്ക് വിനയായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ഈ ചുവന്ന പന്തുകൾ വെച്ചിട്ട് ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് നമ്മുടെ ഗുഡ് ലെങ്ത് എന്ന് പറയുന്നത് സ്റ്റെമ്പിൽ നിന്ന് ഒരു 8 മീറ്റർ അല്ലെങ്കിൽ 7 മീറ്റർ അകലെയാണ് നിങ്ങൾ കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യേണ്ടത്. അവിടെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിക്കറ്റ് കിട്ടും. പക്ഷേ പിങ്ക് ബോൾ ടെസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ഹിറ്റ് ചെയ്യേണ്ടത് സ്റ്റെമ്പിൽ നിന്ന് ഒരു 5 മീറ്റർ അകലത്തിലാണ്. ആ 2 മീറ്ററിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇന്ത്യൻ ബൗളേഴ്സിന് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ജസ്പ്രീത് ബുംറ അല്ലാതെ കൺസിസ്റ്റന്റ് ആയിട്ട് ആ 5 മീറ്റർ ലെങ്ത്തിൽ എറിയാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. മിച്ചൽ സ്റ്റാർക്കൊക്കെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തിട്ടുള്ളത് ആ 5 മീറ്ററിൽ എറിയുമ്പോഴാണ്. ഇന്ത്യ 7 മീറ്റർ ലെങ്ത്തിൽ എറിഞ്ഞതോടുകൂടി നെയ്തൻ മെക്സീനിക്കും അതേപോലെ തന്നെ മാനസ് ലബുഷേനും ഒക്കെ ബോളുകൾ ഈസി ആയിട്ട് ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഓരോ ബോൾ ലീവ് ചെയ്യുന്നതിന് കണക്കായിട്ട് മാനസ് ലബുഷേനും അതേപോലെ തന്നെ നെയ്തൻ മെക്സീനിയും ക്രീസിൽ ഇങ്ങനെ സെറ്റിൽ ആയിക്കൊണ്ടേയിരുന്നു. അവർ വലിയ ഇന്നിങ്സ് കളിച്ചു. അത് ഇന്ത്യക്ക് തിരിച്ചടിയായി. പിന്നെ 23-1 എന്നുള്ള രീതിയിൽ നിന്നാണ് ഓസ്ട്രേലിയയിൽ ടോയ്ലറ്റ് പീരീഡ് ആരംഭിക്കുന്നത്. അതായത് സൂര്യപ്രകാശം ഗ്രൗണ്ടിൽ നിന്ന് പൂർണ്ണമായിട്ട് പോയിട്ട് ആർട്ടിഫിഷ്യൽ ലൈറ്റിലേക്ക് കളി മാറുന്നത്. അതിനെയാണ് ടോയ്ലറ്റ് പീരീഡ് എന്ന് പറയുന്നത്. ആ പീരീഡിൽ ഓസ്ട്രേലിയൻ ബൗളേഴ്സിന് കിട്ടിയതിനേക്കാൾ കൂടുതൽ സ്വിങ് ഇന്ത്യൻ ബൗളേഴ്സിന് കിട്ടിയെങ്കിൽ പോലും ഞാൻ പറഞ്ഞിട്ടുള്ള ഈ 5 മീറ്ററിൽ എറിയേണ്ടത് ഇന്ത്യ 7 മീറ്ററിലാണ് എറിഞ്ഞത്. ആ 2 മീറ്ററിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടല്ലോ സ്റ്റെമ്പിൽ നിന്ന്, അത് ഇന്ത്യക്ക് നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടും സാധിച്ചില്ല. ഇവിടെയാണ് ഇന്ത്യ മത്സരം നഷ്ടപ്പെടുത്തിയത് എനിക്ക് പറയേണ്ടി വരും. ആ ടോയ്ലറ്റ് പീരീഡ് ഇന്ത്യ മുതലാക്കി. ഓസ്ട്രേലിയ 337 റൺസിന് ഓൾ ഔട്ടായതിനു ശേഷം ഇന്ത്യയുടെ ബാറ്റിംഗ് തുടങ്ങിയത് തന്നെ ഈ ടോയ്ലറ്റ് പീരീഡിലാണ്. അതായത് ആർട്ടിഫിഷ്യൽ ലൈറ്റിലേക്ക് കളി മാറി സൂര്യപ്രകാശത്തിൽ നിന്ന്. ആ പീരീഡിൽ ബാറ്റിംഗ് വളരെ ദുഷ്കരമാണ്. ഓസ്ട്രേലിയ കൃത്യമായിട്ട് 5 മീറ്റർ ലെങ്ത്തിൽ എറിയുന്നത് കൊണ്ട് തന്നെ ടോയ്ലറ്റ് പീരീഡിൽ അവർക്ക് നല്ല അഡ്വാൻറ്റേജ് കിട്ടി. 5 വിക്കറ്റുകളാണ് ഓസ്ട്രേലിയ എടുത്തിട്ടുള്ളത്. അവിടെയാണ് കളി ശരിക്കും മാറിയത്. ടോയ്ലറ്റ് പീരീഡ് ഉപയോഗിക്കുന്നതിൽ നിന്ന് ഇന്ത്യൻ ബോളേഴ്സ് കൃത്യമായിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ 10 വിക്കറ്റിന്റെ നല്ലൊരു തോൽവി ഏറ്റുവാങ്ങിയപ്പോലും നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഒരു പെർഫോമൻസ് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. ഈ 2 ടെസ്റ്റ് കഴിയുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും ഒരു ബ്രൈറ്റ് സ്റ്റാർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്പ്രീത് ബുംറയ്ക്ക് ശേഷം അത് നിതീഷ് കുമാർ റെഡ്ഡിയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ബാറ്റിങ്ങിന് അദ്ദേഹം ഒട്ടും ഷെയ്ക്കി ആയിരുന്നില്ല. സ്പിന്ന് കളിക്കുന്ന സമയത്തായിക്കോട്ടെ അല്ലെങ്കിൽ പേസ് കളിക്കുന്ന സമയത്തായിക്കോട്ടെ
ഒരു തരത്തിൽ ഷെയ്ക്കി ആയിരുന്നില്ല, നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു, ഫുൾ ഷോട്ടൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു, ഔട്ട് സൈഡ് ഓഫ് സ്റ്റംപിൽ ലീവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു 21 വയസ്സുകാരൻ്റെ ഒരു മെച്യൂരിറ്റി അല്ല നിതീഷ് കുമാർ റെഡ്ഡി കാണിച്ചിട്ടുള്ളത്. അത് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. നിതീഷ് കുമാർ റെഡ്ഡി ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ കുറേ കാലമായിട്ട് നോക്കി നിൽക്കുന്ന പേസ് ബോളിംഗ് ഓൾറൗണ്ടർ ഇന്ത്യക്ക് കിട്ടിയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഹാർദിക് പാണ്ഡ്യയെ പോലെയല്ല, ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഒരുപാട് ഓവേഴ്സ് എറിഞ്ഞിട്ടുള്ള ഒരു ഫാസ്റ്റ് ബോളറാണ് ഈ നിതീഷ് റെഡ്ഡി എന്ന് പറയുന്നത്. ഫാസ്റ്റ് ബോളർ അല്ല, ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ. നിതീഷ് കുമാർ റെഡ്ഡിയുടെ ബാറ്റിംഗ് ഇപ്പോൾ അടുത്ത കാലത്ത് ഇമ്പ്രൂവ് ആയിട്ടുള്ളതാണ്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അദ്ദേഹം ഒരു ദിവസമൊക്കെ അല്ലെങ്കിൽ ഒരു മത്സരത്തിൽ മിനിമം 23 ഓവറുകൾ എറിയുന്ന ഒരു കളിക്കാരനാണ്. ഹാർദിക് പാണ്ഡ്യയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇത്തരത്തിലൊരു സ്റ്റാറ്റ്സ് പറയാൻ വേണ്ടിയിട്ട് പറ്റൂല. ഹാർദിക് പാണ്ഡ്യ ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടർ ആണ്. രഞ്ജി ട്രോഫിയിൽ ഹാർദിക് പാണ്ഡ്യ ഒരു മത്സരത്തിൽ ഇത്ര ഓവേഴ്സ് എറിഞ്ഞു എന്നുള്ള കാര്യം വരെ എനിക്ക് ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ ടെസ്റ്റ് ക്രിക്കറ്റിൽ അധികം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. കുറേ ഓവറുകൾ എറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി അദ്ദേഹത്തെ അനുവദിക്കാത്തതും അതുകൊണ്ട് മാത്രമാണ്. അദ്ദേഹം ഒരുപാട് ഓവേഴ്സ് അധികം എറിഞ്ഞിട്ടില്ല. പക്ഷെ നിതീഷ് കുമാർ റെഡ്ഡിയുടെ കാര്യം അങ്ങനെയല്ല. നിതീഷ് കുമാർ റെഡ്ഡി ഒരുപാട് ഓവർ എറിഞ്ഞത് കൊണ്ട് തന്നെ ആ ഒരു 5 ഡേ ക്രിക്കറ്റിന് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് നിതീഷ് കുമാർ റെഡ്ഡി എന്ന് നമുക്ക് പറയേണ്ടി വരും. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി ഈ മത്സരത്തിൽ എങ്ങനെയുണ്ട് എന്ന് എന്നോട് ചോദിക്കുകയായിരുന്നെങ്കിൽ ക്യാപ്റ്റൻസി കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ പ്ലാനിങ് തീർച്ചയായിട്ടും കുറച്ചുകൂടി നന്നായിട്ട് രോഹിത്തിനും മൊത്തം ടീമിനും കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ട്രാവിസ് ഹെഡിനെതിരെ എന്ത് ചെയ്യണം, അതേപോലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് ചെയ്യായിരുന്നു. ട്രാവിസ് ഹെഡ് ഇങ്ങനെ അഗ്രസീവായിട്ട് കളിക്കൂന്ന് എല്ലാവർക്കും അറിയായിരുന്നു. എന്നിട്ടും ട്രാവിസ് ഹെഡിനെതിരെ പ്ലാൻ ചെയ്യാതെ പോയിട്ട് വെറുതെ അടി വാങ്ങിയതുപോലെ ആയിപ്പോയി. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ ഒരു ഫെയിലർ കൂടി നമ്മളിവിടെ എടുത്തു പറയേണ്ടതുണ്ടല്ലോ. ഇന്ത്യ ഇന്ന് 175 റൺസിനാണ് പുറത്തു പോയിട്ടുള്ളത്. ആകെ 81 ഓവറുകളാണ് 2 ഇന്നിങ്സിലുമായിട്ട് ഇന്ത്യക്ക് ബാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് ഈ അഡ്ലൈഡ് ടെസ്റ്റിൽ. ഇത് ഒരു വെറിയിങ് സൈനാണ്. ഇന്ത്യൻ ബാറ്റിംഗ് നിര ഇങ്ങനെ ഫെയിലർ ആയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ബൗളേഴ്സിന് ഒരു എക്സ്ട്രാ പ്രഷർ കൊടുക്കും. ഒരു എക്സാമ്പിളിന് ഇന്ത്യൻ ബൗളേഴ്സ് ഇപ്പം ഓപ്പോസിഷൻ ടീമിനെ 200 റൺസിൽ താഴെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിര വലിയ സമ്മർദ്ദത്തിലേക്ക് പോകുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഇന്ത്യൻ ബൗളർമാർ 200 റൺസിൽ താഴെ ഓപ്പോസിഷനെ പുറത്താക്കുകയാണെങ്കിൽ മാത്രമാണ് ഇന്ത്യക്ക് ഒരു ചാൻസ് ഉള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത്രത്തോളം മോശമായിട്ടാണ് ഇന്ത്യ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാറ്റിങ്ങിൽ എന്താണ് ഇന്ത്യ വരുത്തുന്ന മിസ്റ്റേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാറ്റിങ്ങിൽ എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാറ്റർമാർ ഔട്ടാകുന്നതിന് ഒരു പാറ്റേൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതായത് വിരാട് കോഹ്ലി ഔട്ട് സൈഡ് ഓഫ് സ്റ്റംപ് പോകുന്ന പന്തിൽ നിക്ക് ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്നു. രോഹിത് ശർമ്മയെ ഒരു ഇൻസ്വിങ്ങറാണ് എല്ലാ മത്സരങ്ങളിലും ഇങ്ങനെ പരാജയപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ ശുഭ്മാൻ ഗില്ലിനുമായി ഇൻസ്വിങ്ങർ തന്നെയാണ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഇന്നിങ്സിൽ ഇൻസ്വിങ്ങറിൽ LBW ആയപ്പോൾ സെക്കൻഡ് ഇന്നിങ്സിൽ ഇൻസ്വിങ്ങിങ് ഡെലിവറിയിൽ ശുഭ്മാൻ ഗില്ലിൻ്റെ സ്റ്റംപ്സ് തെറിച്ചു. അതേപോലെ കൃത്യമായിട്ടൊരു പാറ്റേൺ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അതും എന്താണ് ഇന്ത്യൻ ബാറ്റർമാർക്ക് ഒരു വെറിയിങ് സൈനാണ്. അത് ഗ്യാബയിൽ എത്തുന്ന സമയത്തേക്ക് അവർ റിസോൾവ് ചെയ്യട്ടെ എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. ബാറ്റിംഗ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ എനിക്ക് അവരോട് പറയാൻ വേണ്ടിയിട്ട് പറ്റൂ. കാരണം വിരാട് കോഹ്ലിയുടെ പ്രശ്നം എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയുടെ ടെക്നിക്കല്ല. കാരണം നിങ്ങൾ 5ാമത്തെ 6ാമത്തെ സ്റ്റെമ്പിൻ്റെ ലൈനിലേക്ക് പോകുന്ന പന്തുകളെ തോണ്ടിയിട്ട് ഔട്ടാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മൈൻഡിലുള്ള പ്രശ്നമാണ്. ടെക്നിക്ക് വെച്ചിട്ട് ഒന്നും തന്നെ നിങ്ങൾക്ക് ചെയ്യാനില്ല അതിൽ. പിന്നെ രോഹിത് ശർമ്മയുടെ പ്രശ്നം ഇൻസ്വിങ്ങിങ് ഡെലിവറീസ് ആണ്. രോഹിത് ശർമ്മയുടെ പ്രശ്നം കുത്തി ഉള്ളിലേക്ക് വരുന്ന പന്തുകളാണ് രോഹിത് ശർമ്മയെ ട്രബിൾ ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ട് രോഹിത് ശർമ്മക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് രോഹിത് ശർമ്മയുടെ സ്റ്റാൻസ് കുറച്ച് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ സ്റ്റാൻസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ മറ്റ് ഷോട്ടുകൾ കളിക്കുന്നതിൽ രോഹിത് ശർമ്മക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിരിക്കും. കാരണം ഇങ്ങനെ ഓപ്പൺ സ്റ്റാൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് രോഹിത് ശർമ്മയുടെ സ്ട്രോങ് സോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ഷോട്ടായിട്ടുള്ള ഫുൾ ഷോട്ടൊന്നും അധികം കളിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അതുകൊണ്ട് തന്നെ ആ അഡ്ജസ്റ്റ്മെന്റ് രോഹിത് ശർമ്മ ചെയ്യുമോന്നും എനിക്കറിയില്ല. പിന്നെ ഇംഗ്ലണ്ടിലും രോഹിത് ശർമ്മ സക്സസ്ഫുൾ ആയിട്ടുള്ളത് ഇതേപോലത്തെ ഒരു ക്ലോസ്ഡ് സ്റ്റാൻസ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ടെക്നിക്കിൽ മാറ്റം വരുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ രോഹിത് ശർമ്മ ടോപ്പ് ഓഫ് ദി ഓർഡറിൽ കളിക്കണം. ഞാൻ പിന്നെയും പറയുന്നു, രാഹുലിനെ നിങ്ങൾക്ക് രോഹിത് ശർമ്മയുടെ ബെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ രോഹിത് ശർമ്മ തീർച്ചയായിട്ടും ടോപ്പ് ഓഫ് ദി ഓർഡറിൽ കളിക്കേണ്ടതുണ്ട്.
ഇനി ഓസ്ട്രേലിയയെ കുറിച്ച് സംസാരിക്കാം. ഓസ്ട്രേലിയ ഭയങ്കര പ്രഷറിലായിരുന്നു ഈ മത്സരത്തിലേക്ക് വന്നിട്ടുള്ളത്. കാരണം ഓസ്ട്രേലിയ മീഡിയ ഒക്കെ വളരെ കൃത്യമായിട്ട് അവരെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ചരിത്രത്തിലെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഓസ്ട്രേലിയൻ സൈഡാണ്, അങ്ങനെ കാര്യങ്ങളൊക്കെ. ആ ക്രിറ്റിസിസത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ള ഓസ്ട്രേലിയ മൈൻഡ് സെറ്റിന് വലിയ സല്യൂട്ട് തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം ഇന്ത്യയെ കളിയുടെ എല്ലാ മേഖലകളിലും പിന്നിലാക്കിയിട്ടാണ് ഓസ്ട്രേലിയ ഇത്തരത്തിലൊരു വിജയം നേടിയെടുക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. ഓസ്ട്രേലിയക്ക് പെർത്തിൽ എവിടെയൊക്കെയാണോ പിഴച്ചത് ആ തെറ്റുകളൊക്കെ അവർ തിരുത്തിയിട്ട് മുമ്പോട്ടേക്ക് വന്നിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ഏറ്റവും ബെസ്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഓസ്ട്രേലിയക്ക് ആ ഓപ്പണിംഗ് കോമ്പിനേഷൻ ഒന്ന് സെറ്റായിട്ടുണ്ട്. നേതൻ മെക്സീനി ഫോമിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അതാണ് ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പിന്നെ അതേപോലെ തന്നെ ട്രാവിസ് ഹെഡിൻ്റെ ഒരു ഫോം ഓസ്ട്രേലിയക്ക് വലിയ പോസിറ്റീവാണ്. പിന്നെ ഓസ്ട്രേലിയ കണ്ടുപിടിച്ചിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ട്. അതായത് ജസ്പ്രീത് ബുംറയെ ഓഫ് ചെയ്യുക, അതിനുശേഷം ബാക്കി ബോളേഴ്സിനെ കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്തിട്ട് പ്രഷറിലാക്കിയിട്ട് ഇന്നിങ്സ് മുമ്പോട്ടേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എന്തു വേണം, അടുത്ത ടെസ്റ്റിലേക്ക് പോകുമ്പോൾ ഇന്ത്യക്ക് കുറച്ചുകൂടി ഒരു റൗണ്ടഡ് ആയിട്ടുള്ള ബോളിംഗ് നിര വേണം. എനിക്ക് തോന്നുന്നു മുകേഷ് കുമാർ, അർഷദ് റാണക്ക് പകരം ടീമിലെത്തണം മുഹമ്മദ് ഷാമി കളിച്ചിട്ടില്ലെങ്കിൽ. പിന്നെ പാറ്റ് കമിൻസിന് ഈ ഒരു മത്സരത്തിൽ ഈ ഒരു ഇന്നിങ്സിൽ 5 വിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. 5-ന് 57 റൺസാണെന്ന് തോന്നുന്നു പാറ്റ് കമിൻസിൻ്റെ ഈ മത്സരത്തിലെ ഫിഗർ. അതിൽ പാറ്റ് കമിൻസ് എറിഞ്ഞിട്ടുള്ള ഏറ്റവും മികച്ച ബോൾ എന്ന് പറയുന്നത് രോഹിത് ശർമ്മയെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് എറിഞ്ഞിട്ടുള്ള ഒരു ബോളാണ്. പിന്നെ ഋഷഭ് പന്തിനെതിരെ അവർ നല്ലൊരു സ്ട്രാറ്റജി ആയിട്ടാണ് വന്നിട്ടുള്ളത്, ഷോർട്ട് ബോൾ എറിയുക. ഋഷഭ് പന്തിന് മാത്രമല്ല, ആ ടൈലൻഡേഴ്സിനെതിരെ അശ്വിനെതിരെ ഒക്കെ അവർ ഉപയോഗിച്ചിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഷോർട്ട് ബോൾ എറിയുക എന്നുള്ളതാണ്. ഈ നിതീഷ് കുമാർ റെഡ്ഡിയുടെ വിക്കറ്റ് പോലും അവർക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ഷോർട്ട് പിച്ച് ബോളിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവർ നല്ല പ്ലാനിങ്ങോട് കൂടി വന്നു. ഇന്ത്യ ആ ട്രാവിസ് ഹെഡിനെതിരെയുള്ള പ്ലാനിങ് ഒന്ന് ശരിയായില്ല. നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് വരണമായിരുന്നു ഇന്ത്യ. അതെന്തോ ഇന്ത്യ ചെയ്തില്ല. അപ്പോൾ എല്ലാം കൊണ്ടും ഇന്ത്യക്ക് ഒരു മോശം റിസൾട്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആരാധകരോടാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. നിങ്ങൾ ന്യൂസിലൻഡ് പരമ്പര നടക്കുന്ന ആ സമയത്ത് നിങ്ങൾ ഇന്ത്യയുടെ ഫോമൊക്കെ കൺസിഡർ ചെയ്തിട്ട് നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഗാബയിൽ 3ാമത്തെ ടെസ്റ്റ് കളിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ പോകുന്ന സമയത്ത് പരമ്പര 1-1 ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കുമായിരുന്നോ? അതാണ് പറയുന്നത്. പോസിറ്റീവായിട്ട് നമ്മൾ എല്ലാത്തിനും എടുക്കുകയാണെങ്കിൽ ഈ വിന്നും പോസിറ്റീവാണ്. ഇന്ത്യക്ക് ഒരു നല്ല സ്റ്റാർട്ട് കിട്ടിയ ഒരു ടൂറാണ് ഓസ്ട്രേലിയൻ ടൂർ എന്ന് പറയുന്നത്. ഓസ്ട്രേലിയയിലാണ് നമ്മൾ കളിക്കുന്നുള്ള കാര്യം മറക്കരുത്. നമ്മുടെ റീസെൻറ്റ് ഫോം അത്ര മികച്ചതല്ല. എന്നിരുന്നു കഴിഞ്ഞാലും ഇന്ത്യ 1-1 എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ട്. അതും നമ്മൾ പോസിറ്റീവായിട്ട് വേണം കാണാൻ. ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ ഇന്ത്യ കളിക്കാൻ സാധ്യതയില്ലെങ്കിൽ പോലും ഇന്ത്യ ഈ സീരീസ് വിജയിക്കും തന്നെ ഞാൻ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇന്ത്യ ഈ സീരീസ് 3-2 ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഒരു തോൽവി കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇന്ത്യ ഒരു ക്വാളിറ്റി ടീമാണ്. ഇന്ത്യ ഈ മത്സരം വിജയിക്കുക തന്നെ ചെയ്യും. ട്രാവിസ് ഹെഡിൻ്റെ മികച്ച ഇന്നിങ്സിന് ഇന്ത്യക്ക് ഈ ഒരു മത്സരത്തിൽ മറുപടി ഇല്ലായിരുന്നെങ്കിൽ പോലും ഗാബയിലേക്ക് എത്തുന്ന സമയത്ത് ഇന്ത്യ കുറച്ചുകൂടി ബെറ്റർ പ്രിപ്പയർഡ് ആയിട്ട് വരും. അഡ്ലൈഡിൽ എല്ലാം തന്നെ ട്രാവിസ് ഹെഡിന് അനുകൂലമായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരു പെട്ടി പോലത്തെ ഗ്രൗണ്ടായിരുന്നു. സ്ക്വയർ ഓഫ് ദ വിക്കറ്റ് നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ് ട്രാവിസ് ഹെഡ്. അപ്പോൾ സ്ക്വയർ ബൗണ്ടറീസ് വളരെ ചെറുതായിരുന്നു. അതേപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ബാറ്റിംഗ് കണ്ടീഷനൊക്കെ കിട്ടിയിട്ടുള്ളത് ട്രാവിസ് ഹെഡിനാണ്. കാരണം ട്രാവിസ് ഹെഡ് ക്രീസിലേക്ക് എത്തുന്ന സമയത്ത് നല്ല സൂര്യപ്രകാശം ഉള്ളതുകൊണ്ട് തന്നെ സീം മൂവ്മെൻറ്റിൽ നല്ല കുറവുണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് എല്ലാം കൊണ്ടും ട്രാവിസ് ഹെഡിൻ്റെ കൂടെ നിന്നൊരു മത്സരമായിരുന്നു. ഭാഗ്യവും ട്രാവിസ് ഹെഡിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 2 ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യ ക്രിയേറ്റ് ചെയ്തെങ്കിൽ പോലും അത് ഒന്നും ഇന്ത്യയുടെ വഴിക്ക് വന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതേപോലെ തന്നെ ഭാഗ്യം അടുത്ത ഇന്നിങ്സിലും ട്രാവിസ് ഹെഡിൻ്റെ കൂടെ നിൽക്കണമെന്നൊരു ഇതുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ ബെറ്റർ പ്രിപ്പയർഡ് ആയിട്ട് വരുന്ന സമയത്ത് ട്രാവിസ് ഹെഡിനെ പെട്ടെന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇന്ത്യക്കുള്ള ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ആകെ 2 ബാറ്റ്സ്മാൻമാർ മാത്രമേ ഓസ്ട്രേലിയയുടെ ടീമിൽ നിന്ന് വലിയ ഇന്നിങ്സ് കളിച്ചിട്ടുള്ളൂ. ബാക്കി ആരും അത്ര നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. ഓസ്ട്രേലിയ വിജയിച്ചത് കൊണ്ട് തന്നെ ഈ പോയിന്റ് ഒന്നും ആരും പറയില്ല. അതുകൊണ്ട് തന്നെ ഒരു 2 വിക്കറ്റുകൾ കൂടെ അവർ 2 വിക്കറ്റ് പെട്ടെന്ന് ട്രാവിസ് ഹെഡിൻ്റെയും അതേപോലെ തന്നെ മാനസ് ലബുഷൈൻ്റെയും വിക്കറ്റുകൾ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും അടുത്ത കളിയിൽ നല്ല ചാൻസ് ഉണ്ട്. ഓസ്ട്രേലിയൻ്റെ ബാറ്റിംഗ് തീർച്ചയായിട്ടും ഫ്രജൈലാണ്. നമുക്ക് ഒരുപാട് പോസിബിലിറ്റി ഉണ്ട് ഈ സീരീസ് ജയിക്കാൻ വേണ്ടിയിട്ട്. ഇന്ത്യ ഈ സീരീസ് ജയിക്കും തന്നെ ഞാൻ ഉറപ്പിച്ച് പറയുന്നുണ്ട്.